വിജയകുമാർ, പ്രകൃതിയായ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്കരിയായ ജ്യോതി വിജയകുമാർ പ്രസംഗം, പ്രിയങ്കാജിയുടെ പ്രസംഗം ഇവിടെ വിവർത്തനം ചെയ്യും. Thank you. Firstly, my dearest sisters and brothers, I would like to apologize to you for being a little late. ആദ്യമായിട്ട് എന്റെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട അല്പം താമസിച്ചു വന്നതിന് നിങ്ങളോട് ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. Although today I had Sri T.N. Pratapanji with me the whole day. ഇന്ന് ശ്രീ T.N. പ്രതാപൻജി ഇന്നത്തെ ദിവസം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. And I have never seen such a strict organizer as him. അദ്ദേഹത്തെ പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംഘാടകനെ, വളരെ കർക്കശക്കാരനായ ഒരു സംഘാടകനെ ഞാൻ കണ്ടിട്ടില്ല. Even in the car, if people were standing on the road, he was telling me left, right, left. I was listening to his orders, and the thought occurred to me that maybe I should take him and kidnap him and take him to UP to work with me. കാറിലിരിക്കുമ്പോഴും അദ്ദേഹം അവിടെ നിന്ന് കാറിലിരിക്കുമ്പോൾ തന്നെ വളരെ കർക്കശമായിട്ടുള്ള ഓർഡർ തന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തെ ഉത്തർപ്രദേശിലേക്ക് ഞാൻ തട്ടിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. To which one of the senior leaders present here said, "We'll be very happy." ഞാനത് പറഞ്ഞപ്പോ ഇവിടെയുള്ള മുതിർന്ന നേതാക്കൾ ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തെ UP-യിലേക്ക് തട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കുമെന്ന്. So I'm going to leave him here. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നില്ല, അദ്ദേഹത്തെ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോവുകയാണ്. I would like to welcome Sri T.N. Pratapanji, M.M. Hassanji, Beni Benahanji, MP Vincentji, Rajiv Gowdaji, Srinivasan Krishnanji, Joseph Chalisariji, Padmaja Venugopalji, Anil Lakkaraji, George Balurji, Sunil Antikatji, C.C. Srikumarji, Sunil Lalurji, Vijay Hariji, and K. Sankarji to this meeting today and all other leaders present here. വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കളെയും, കോൺഗ്രസിന്റെയും UDF-ന്റെ എല്ലാ നേതാക്കളെയും, എല്ലാ സ്ഥാനാർത്ഥികളെയും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Since T.N. Pratapanji was with me the whole day, he also taught me one line in Malayalam. T.N. പ്രതാപൻജി ഇന്ന് എന്റെ കൂടെ ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം മലയാളത്തിൽ ഒരു വാചകം എന്നെ പഠിപ്പിച്ചു. നിങ്ങൾ എല്ലാവർക്കും ഈസ്റ്റർ വിഷു ആശംസകൾ. My sisters and brothers of Thrissur, you belong to the cultural capital of Kerala. എന്റെ തൃശ്ശൂരിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്, നിങ്ങളുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്താണ്. This is a historical land. ഇത് ചരിത്രപരമായ ഒരു ഭൂമിയാണ്. Many stories lie within its lap. ഈ ഭൂമിയുടെ മടിയിൽ, നിങ്ങളുടെ മടിയിൽ വളരെയധികം ചരിത്രപരമായ കഥകളുണ്ട്. Within the historical legacy of Thrissur, stories of culture, of politics, of the people of this land. തൃശ്ശൂരിന്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ, രാഷ്ട്രീയത്തിന്റെ, സംസ്കാരത്തിന്റെ, ഈ മണ്ണിന്റെ പാരമ്പര്യത്തിന്റെ ഒക്കെ കഥകൾ തൃശ്ശൂരിന്റെ മണ്ണിൽ മടിയിലേക്ക് ചേർന്ന് കിടപ്പുണ്ട്. It is your culture of harmony, your beautiful land, your industries, the natural beauty of Kerala, the hard work of its people that make it what it is today. നിങ്ങളുടെ പരസ്പരം ഒരുമിച്ച് പോകുന്ന സാഹോദര്യത്തിന്റെയും ഒത്തൊരുമയുടെയും പാരമ്പര്യം, നിങ്ങളുടെ പ്രകൃതിയുടെ മനോഹരമായ സൗന്ദര്യം, നിങ്ങളുടെ കഠിനാധ്വാനം, ഇതൊക്കെയാണ് ഈ ഭൂമിയെ ഇതാക്കി തീർക്കുന്നത്. Many great writers have written about the lives of Kerala's craftsmen, of farmers, fishermen, fisherwomen, its industry and its എഴുത്തുകാരൻ, കേരളത്തിലെ കരകൗശല മേഖലയിൽ പണിയെടുക്കുന്നവർ, കേരളത്തിലെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവർ, ഇവരെപ്പറ്റി ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. Mahatma Gandhi ji himself came here and gave a call for people to join the nationalist movement. മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട്, ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ വന്നിട്ട് ഇവിടുത്തെ ആളുകളോട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാനുള്ള ആഹ്വാനം നടത്തിയ മണ്ണാണ് ഈ തൃശ്ശൂരിന്റെ മണ്ണ്.
My own family has a history with you. എന്റെ കുടുംബത്തിന്, എന്റെ സ്വന്തം കുടുംബത്തിന് നിങ്ങളോട് ചരിത്രപരമായ ഒരു ബന്ധമുണ്ട്, നിങ്ങളോടുള്ള ബന്ധത്തിന്റെ ഒരു ചരിത്രമുണ്ട്. My great grandfather Jawaharlal Nehru ji came here and inaugurated the Kalamandalam. എന്റെ വലിയ മുത്തച്ഛനായ ശ്രീ ജവഹർലാൽ നെഹ്റുജി ഇവിടെ വന്നിട്ട് കേരള കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്തു. And I am told that both my grandmother Indira ji and my father Rajiv ji have spoken from this very place. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, എന്റെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാജിയും എന്റെ അച്ഛനായിരുന്ന ശ്രീ രാജീവ് ജിയും ഇതേ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. The bond between them and you was a bond of respect and love. അവർക്കിടയിലും നിങ്ങൾക്കിടയിലുമുള്ള ഒരു ബന്ധം അഭിമാനത്തിന്റെയും ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ബന്ധമായിരുന്നു അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. Today my brother calls Kerala his second home. ഇന്ന് എന്റെ സഹോദരൻ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വീടെന്നാണ് വിളിക്കുന്നത്. And you have given him so much of your love and affection. നിങ്ങൾ ഒരുപാട് സ്നേഹവും നിങ്ങളുടെ ഇഷ്ടവും അദ്ദേഹത്തിന് നിങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ട്. That I know from his expression when he comes back from Kerala that he has been here without him even telling me. അദ്ദേഹം പറയുക പോലും വേണ്ട, കേരളത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹം കേരളത്തിൽ നിന്നാണ് മടങ്ങി വന്നതെന്നും. You will be celebrating the Puram festival here this month. ഈ മാസം നിങ്ങൾ ഇവിടെ പൂരം ആഘോഷിക്കാൻ പോവുകയാണ്. The central message of Puram is equality. പൂരം എന്ന് പറയുന്ന ആഘോഷം നിങ്ങൾ നടത്തുമ്പോൾ അതിന്റെ കേന്ദ്രത്തിലുള്ള സന്ദേശം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് തുല്യത, സമത്വമാണ്. It is everybody's festival. അത് പൂരം എല്ലാവരുടെയും ആഘോഷമാണ്. Nobody is excluded from it. ആഘോഷത്തിൽ നിന്നും ഒരാളെ പോലും നമ്മൾ മാറ്റി നിർത്താറില്ല. Its joy, its colors, the harmony it celebrates, its inclusivity is the true spirit of Kerala. അതിലുള്ള സന്തോഷം, അതിന്റെ നിറങ്ങൾ, അതിന്റെ ഒത്തൊരുമ, അതിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, പൂരം എന്ന് പറയുന്ന ഉത്സവം എന്ന് പറയുന്നത് കേരളത്തിന്റെ യഥാർത്ഥ സ്പിരിറ്റും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്നതാണ്. Day after tomorrow, you also celebrate Good Friday, and soon the Ramzan month will begin. നിങ്ങൾ മറ്റന്നാൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ റമദാൻ മാസവും വരും. It is Kerala's greatness that all these different religions thrive in your land, that all these festivals are celebrated with no negativity around them, in a positive, happy and harmonious spirit. ഈ പറയുന്ന ആഘോഷങ്ങളെല്ലാം, വിവിധ മതങ്ങളുടെ വിവിധ ആഘോഷങ്ങളെല്ലാം ഒരു നെഗറ്റിവിറ്റിയും നിഷേധാത്മക സ്വഭാവവുമില്ലാതെ എല്ലാവരും സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ആഘോഷിക്കുന്നു എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കണക്കാക്കുന്നു. As I stand here in Thrissur today and talk about the historical and cultural legacy of Kerala, I cannot help but give a call for the people of Kerala to reject the divisive and fascist policies of the BJP and the CPM's politics of fraud, fear and favoritism. ഇന്ന് തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തൃശ്ശൂരിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് BJPയുടെയും RSSന്റെയും ജനങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ എതിർത്ത് നിൽക്കുവാൻ, തടഞ്ഞു നിൽക്കുവാൻ, അതുപോലെ തന്നെ അക്രമത്തിന്റെയും വഞ്ചനയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്തുവാൻ നിങ്ങളോട് പറയാതെയല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ല. You know that the Congress party is not a cadre-based party like the CPM. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് പാർട്ടി CPIM-നെ പോലെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല. It is a people-based party. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള, ജനങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. Right from its inception, its politics has been about people, about you. കോൺഗ്രസ് പാർട്ടി ഉണ്ടായ നാൾ മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയമാണ്. അത് നിങ്ങളെ കുറിച്ചുള്ള രാഷ്ട്രീയമാണ്. It was the Congress party that gave the call for the state of Kerala to be united in 1921. 1921 ഐക്യ കേരളത്തിനുള്ള ആഹ്വാനം നൽകിയത് ഈ കോൺഗ്രസ് പാർട്ടിയാണ്. We don't practice the politics of divisiveness like the BJP does.
BJP ചെയ്യുന്നത് പോലെ ജനങ്ങളെ വിഭജിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം ഒരിക്കലും കോൺഗ്രസ് അനുവർത്തിക്കുന്നില്ല, പ്രാവർത്തികമാക്കില്ല. Our politics is about uniting you. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ്. It is about brotherhood. അത് സാഹോദര്യത്തിന്റെ രാഷ്ട്രീയമാണ്. It is about love. അത് സ്നേഹത്തെ കുറിച്ചുള്ള രാഷ്ട്രീയമാണ്. And it is about progress. അത് സമൃദ്ധിയെ കുറിച്ചും പുരോഗമനത്തെ കുറിച്ചുമുള്ള രാഷ്ട്രീയമാണ്. In fact, I found it very interesting that on his tour of Kerala yesterday, the Prime Minister, Sri Narendra Modi ji, quoted from the Holy Bible. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ ഇന്നലെ അദ്ദേഹം ബൈബിളിനെ കുറിച്ച് പറഞ്ഞു, ബൈബിൾ ഉദ്ധരിച്ചു എന്നത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. I suppose it is because the elections in Kerala are around the corner. എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തത് കേരളത്തിൽ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണെന്നാണ്. Because I didn't hear him say a single word about the sisters who were harassed in Jhansi. കാരണം അദ്ദേഹം ഝാൻസിയിൽ ആക്രമിക്കപ്പെട്ട ആ കന്യാസ്ത്രീകളെ പറ്റി ഒരു വാക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ് ഞാൻ കേട്ടില്ല. I didn't hear him comment when goons from his own party's youth wing asked them to get off the train, asked them for their identity, and asked them what religion they belong to. ഈ കന്യാസ്ത്രീകളോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന, അസ്തിത്വം തെളിയിക്കുന്ന രേഖകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ചെറുപ്പക്കാരായ ഗുണ്ടകൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ മതം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടില്ല. I didn't see him stand up for them. ആ കന്യാസ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. Perhaps he does not understand what they stand for. ഈ കന്യാസ്ത്രീകൾ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്, ജീവിക്കുന്നതെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. Perhaps he doesn't understand that nuns of the Sacred Heart commit their lives to serving the poor. ഒരു പക്ഷേ തിരുഹൃദയ സഭയിലെ സന്യാസിമാർ അവരുടെ ജീവിതം മുഴുവൻ ദരിദ്രരായ, സാധാരണക്കാരായ, പാവങ്ങളായ ആളുകളെ സേവിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. I worked for many years with my sisters in Mother Teresa's order, the Missionaries of Charity. മദർ തെരേസയുടെ ഓർഡറായ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരുപാട് കാലം ആ സിസ്റ്റേഴ്സിനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. I was a volunteer at their homes in Delhi. അവരുടെ ഡൽഹിയിലെ ഭവനങ്ങളിലുള്ള ഒരു വോളണ്ടിയർ ആയിരുന്നു, ഒരു സന്നദ്ധ പ്രവർത്തകയായിരുന്നു ഞാൻ വർഷങ്ങളോളം. They taught me how to sweep and mop the floors of their wards. അവരുടെ വാർഡുകളിലെ, ആ വീടുകളിലെ അഗതികളായിട്ടുള്ളവരുടെ വീടുകളിലെ അവിടെ ആ വീടുകൾ എങ്ങനെ വൃത്തിയാക്കണം, അവിടെ തുടയ്ക്കണമെന്ന് അവരെന്നെ പഠിപ്പിച്ചു. They taught me how to clean maggot-filled wounds of destitutes who were thrown to die on the streets. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അഗതികളായ മനുഷ്യരുടെ മുറിവുകൾ എങ്ങനെ വൃത്തിയാക്കണമെന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ചു. They showed me the dignity of service. സേവനത്തിന്റെ അന്തസ് എന്താണ്, മാന്യത എന്താണെന്ന് അവിടുത്തെ കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ചു. And today when I meet them, often they tell me of how they are persecuted. ഇന്ന് ഞാൻ അവരെ കാണുമ്പോൾ പലപ്പോഴും അവരെന്നോട് പറയുകയാണ് ഏത് വിധത്തിലാണ് അവർ വേട്ടയാടപ്പെട്ടിരിക്കുന്നത് എന്ന് അവരെന്നോട് പലപ്പോഴും പറയാറുണ്ട്. There is nothing more hollow than quoting the Bible if you sow the seeds of division and hatred. ഈ രാജ്യത്തെ വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിത്ത് പാകിയിട്ട് നിങ്ങൾ ബൈബിൾ ഉദ്ധരിക്കുന്നതിലും പൊള്ളയായി മറ്റൊരു കാര്യവും ഇവിടെയില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. There is nothing more false than quoting the lines of Jesus on a political stage and unleashing the persecution of those whose lives are spent serving the poor and the unfortunate from behind the stage. ഒരു രാഷ്ട്രീയ വേദിയിൽ നിന്ന് ജീസസിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവരായ, സാധാരണക്കാരെ, ദരിദ്രരായ മനുഷ്യരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളെ വേട്ടയാടുന്നതിലപ്പുറം മറ്റൊരു കപടമായ മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It was Jesus Christ who exposed the tyranny of the ruler whose greed and selfishness ravaged his people. ഒരു ഭരണാധികാരിയുടെ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയും സ്വന്തം നാട്ടിലെ ജനങ്ങളെ തകർത്തടിഞ്ഞ ഒരു നിഷ്ഠൂര ഭരണത്തെ പുറത്തു കൊണ്ടുവന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ്, യേശുദേവനാണ്. It would be better for the Prime Minister to heed the words of the Holy Bible rather than use them lightly in his hollow political speeches.
തന്റെ പൊള്ളയായ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ബൈബിളിലെ വാക്കുകൾ ഉദ്ധരിക്കുന്നതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രി ആ വാക്യങ്ങളിൽ അല്പമെങ്കിലും പ്രാവർത്തികമാക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Everybody knows how the central government headed by Mr. Narendra Modi has divided our country in the name of religion. മതത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ എത്രമാത്രം വിഭജിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. And everybody has seen the disdain with which he has treated the poor farmers of our nation. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം അവജ്ഞയോടുകൂടിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ദരിദ്രരായ കർഷകരോട് പെരുമാറിയതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. Lakhs of farmers have been sitting in protest at the borders of Delhi for months. ലക്ഷക്കണക്കിന് കർഷകർ അവിടെ പ്രതിഷേധവുമായി ഡൽഹിയുടെ അതിർത്തികളിൽ മാസങ്ങളായി പ്രതിഷേധവുമായി ഇരിക്കുകയാണ്. All they are asking for is a hearing. അവർ ചോദിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾ ഞങ്ങളെ കേൾക്കുക, ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക. All they are asking for is to be saved. അവർ ആകെ പറയുന്നത് ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. And yet the Prime Minister and his government persist with laws that are going to cripple them and destroy their livelihood. അവരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും അവരെ നശിപ്പിക്കുന്ന, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന നിയമം കൊണ്ട് മുൻപോട്ട് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The BJP's politics is filled with lies. ബിജെപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നുണകൾ കൊണ്ട് നിറഞ്ഞതാണ്. So I would also like to quote the Holy Bible for the Prime Minister today. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാനും ഇവിടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. Truthful lips endure forever, but a lying tongue is but for a moment. സത്യസന്ധമായ ചുണ്ടുകൾ എല്ലാ കാലത്തും നിലനിൽക്കും, പക്ഷേ നുണ പറയുന്ന ഒരു നാവ് ഒരു നിമിഷത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The people of Kerala and the people of India deserve better. കേരളത്തിലെ ജനങ്ങൾ അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ഇതിലും മെച്ചമായത് അർഹിക്കുന്നുണ്ട്. They deserve truth from those who sit in government. ഭരണത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് അവർ സത്യം അർഹിക്കുന്നുണ്ട്. They deserve a politics that unites. ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അർഹിക്കുന്നുണ്ട്. A politics about real issues. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. About jobs. ജോലികളെ കുറിച്ച് സംസാരിക്കുന്ന About രാഷ്ട്രീയം. healthcare. ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച്, Welfare. പുരോഗതിയെ കുറിച്ച്, About empowering women. സ്ത്രീകളെ ശക്തീകരിക്കുന്നതിനെ കുറിച്ച്, About supporting small businesses. ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ളത്, About encouraging industries which are local. പ്രാദേശികമായ തദ്ദേശീയമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം. And strengthening the people of Kerala and the people of India so that they can face all difficulties before them. അതുപോലെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന, ശക്തരാക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. But unfortunately, in Kerala, you are suffering from both sides. On the one hand is the central government, whose policies have virtually set back your economy. നിങ്ങളെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് രണ്ട് വശങ്ങളിൽ നിന്ന്. ഒരു വശത്ത് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. A faulty GST, demonetization before that, a badly thought out lockdown during the corona pandemic has crippled industry and has halted the economy. ഒരു വികലമായ ചരക്ക് സേവന നികുതി, അതിനു മുമ്പിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനം, അതുപോലെ തന്നെ ആലോചിക്കാതെ കൊറോണ കാലത്ത് നടപ്പിലാക്കിയ ഒരു ലോക്ക്ഡൌൺ, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. Unfortunately, your state government has done nothing to support you through this crisis. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പ്രതിസന്ധികളിലൊന്നും നിങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റും യാതൊന്നും ചെയ്തില്ല. Many wonderful promises were made. You were told that 20 lakh jobs would be provided. നിങ്ങളുടെ മുൻപിൽ വളരെയധികം മനോഹരമായ മികച്ച വാഗ്ദാനങ്ങൾ നൽകി. നിങ്ങളോട് പറഞ്ഞു 20 ലക്ഷം തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടും. You were told that the cashew industry would be revived, that the rubber industry would be strengthened.
ഇവിടുത്തെ കശുവണ്ടി വ്യവസായം, അതുപോലെ റബ്ബർ വ്യവസായം, ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെടും, ഇത് ശക്തീകരിക്കപ്പെടും എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. You were promised a minimum support price for paddy, for coconut, for rubber. റബ്ബറിനും നാളികേരത്തിനും അതുപോലെ നെല്ലിനും അടിസ്ഥാനപരമായ ഒരു താങ്ങുവില നൽകും എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. Did any of this happen? ഇതിലേതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? None of it happened. ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. In fact, in some cases, there were scams, there was corruption. In the case of the rubber industry, imports are allowed unchecked while the rubber industry struggles. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ഇവിടെ ധാരാളം അഴിമതി നടന്നിട്ടുണ്ട്, ധാരാളം അഴിമതി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. റബ്ബർ വ്യവസായത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അനിയന്ത്രിതമായ റബ്ബറിന്റെ ഇറക്കുമതി മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ നടന്നിട്ടുണ്ട്. The livelihood of fisher folk was sold off for a few thousand crores. ഏതായാലും ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് ഈ സർക്കാർ വിറ്റുകളയാൻ ശ്രമിച്ചത്. And if you look back at 5 years of the CPIM's rule, you find only betrayal. നിങ്ങൾ ഒരു പക്ഷേ CPMന്റെ 5 വർഷത്തെ ഭരണത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വഞ്ചനയും ചതിയും മാത്രമാണ് ജനങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. Now that elections are close and they know where they stand, they are strangely agitated. ഇപ്പോൾ ഇലക്ഷനാണ്, അപ്പോൾ അവർക്ക് എന്താണെന്ന്, അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാതെ അവരിപ്പോ വളരെ അസ്വസ്ഥരായിരിക്കുകയാണ്. They are beginning to sound and behave like the BJP themselves. അതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷക്കാരും BJPയെ പോലെ ചിന്തിക്കാനും BJP പോലെ ശബ്ദിക്കാനും പെരുമാറാനും തുടങ്ങിയിരിക്കുകയാണ്. 2 days ago, an LDF leader made a sexist remark about the school girls and college girls of Kerala. 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനികളെയും കോളേജ് വിദ്യാർത്ഥിനികളെയും പറ്റി ലിംഗപരമായ അധിക്ഷേപമുള്ള ഒരു പരാമർശം ഇവിടെ നടത്തുകയുണ്ടായി. He insulted the women and girls of Kerala. അദ്ദേഹം ആ പരാമർശത്തിലൂടെ കേരളത്തിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുകയാണ് ചെയ്തത്. And I was happy to see that there was an uproar that made him bend down and apologize to him. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയരുകയും അതിന്റെ അവസാനം അദ്ദേഹത്തിന് ക്ഷമ ചോദിക്കേണ്ടി വരികയും ചെയ്തു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. It was beginning to sound to me like the CPM was taking campaigning lessons from the Chief Minister of Uttar Pradesh and the Chief Minister of Uttarakhand. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് CPM പ്രചരണത്തിന്റെ പാഠങ്ങൾ UPയിലെ മുഖ്യമന്ത്രിയിലും ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയിൽ നിന്നും പഠിക്കുന്നത് പോലെയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. Because all they seem concerned about is what women will wear, what they should, how they should behave, and even whom they should love and marry. കാരണം ഇവർക്ക് ഏറ്റവും ആകുലതയുണ്ടെന്ന് തോന്നിയത് പെൺകുട്ടികൾ, സ്ത്രീകൾ എന്ത് ധരിക്കണം, ഏത് വേഷമിടണം, എങ്ങനെ പെരുമാറണം, ആരെ ഇഷ്ടപ്പെടണം, ആരെ കല്യാണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആകുലതയുള്ളതെന്ന് തോന്നുന്നു. Well, I have news for them. അവരോട് പറയാൻ എനിക്കൊരു വാർത്തയുണ്ട്. You don't tell us what to wear. നിങ്ങൾ ഞങ്ങളോട് എന്ത് ധരിക്കണം, എന്ത് വേഷം, You don't tell us whom to be. ഞങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. ഞങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. And you certainly don't tell us whom we can love. തീർച്ചയായും നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. ആരെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ഞങ്ങളോട് തീർച്ചയായും പറയണ്ട. We will wear whatever we choose to wear. ഞങ്ങൾ എന്ത് ധരിക്കണമെന്ന് തെരഞ്ഞെടുക്കുന്നുവോ അത് ഞങ്ങൾ ധരിക്കും. We will be whoever we choose to be. ഞങ്ങൾ എന്താകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നുവോ അത് തന്നെ ഞങ്ങളായിത്തീരും. And we will love whoever we choose to love. ഞങ്ങൾ ആരെ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടണമെന്ന് തീരുമാനിക്കുന്നുവോ അവരെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. And nobody will tell us what we should do. ആരും ഞങ്ങളോട് പറയാൻ വരണ്ട ഞങ്ങൾ എന്ത് You ചെയ്യണം. agree with me? എന്നോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. I'm on your side. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. All of you. നിങ്ങളുടെ I എല്ലാവരുടെയും will fight for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. We'll teach them what is progressive. ഞങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും എന്താണ് പുരോഗമനം എന്താണെന്നുള്ളത്, പുരോഗമനാത്മകത എന്താണെന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. We'll teach them they can't take us for granted. ഞങ്ങളെ അവഗണിക്കാനും നമ്മളെ നിസ്സാരമായി കാണാനും പറ്റില്ല എന്ന് അവർക്ക് We are the biggest force in this country. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മളെന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. We are 50% of this country. We are the strongest,
bravest, most powerful force this country. ഈ രാജ്യത്തിന്റെ 50% ഞങ്ങൾ. ഈ രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ. And if not now, then one day it will be the women of this country that will show all political parties that unless they are respected, unless they get their full right like every man, these political parties will not be able to stand before them. ഒരിക്കൽ ഈ രാജ്യത്തെ സ്ത്രീകളായിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ, അവരുടെ തുല്യത കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളായിരിക്കും. You are the gold of Kerala. നിങ്ങളാണ് കേരളത്തിന്റെ സ്വർണം. But in this I include my brothers also. We'll allow them that. ഈ പറയുമ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ എന്റെ സഹോദരന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. My brothers and sisters, people of Kerala, you are Swarnam. കേരളത്തിലെ ജനങ്ങളായ എന്റെ സഹോദരന്മാരെ, നിങ്ങളാണ് സ്വർണം. Yes, and don't you let any government of Kerala forget that. നിങ്ങൾ കേരളത്തിലെ ഒരു ഗവൺമെന്റിനെയും നിങ്ങളാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്വർണം എന്നത് മറക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. You know better than I do that the state government today has forgotten this basic truth. It is more interested in gold that is being smuggled from outside. പക്ഷേ എന്നെക്കാളും കാര്യമായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്വർണം എന്ന വസ്തുത, അടിസ്ഥാന സത്യം കേരളത്തിലെ ഗവൺമെന്റ് മറന്നുപോയിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ താല്പര്യം വിദേശത്തു നിന്നുള്ള സ്വർണം ഇവിടേക്ക് കടത്തുന്നതിലാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It has Swarnam in you, but it is interested in foreign Swarnam. കേരളത്തിലെ ഗവൺമെന്റിന് സ്വർണം ഇവിടെയുണ്ട്, പക്ഷെ അതിന് താല്പര്യം, കേരള ഗവൺമെന്റിന്റെ താല്പര്യം വിദേശത്തുള്ള സ്വർണത്തിലാണ്. It's interested in giving fishing contracts to multinational companies instead of strengthening the fishermen and women of Kerala. കേരളത്തിലെ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ ശക്തിപ്പെടുത്തുന്നതിന് പകരം മത്സ്യബന്ധന കരാറുകൾ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നൽകുന്നതിലാണ് കേരള ഗവൺമെന്റിന് താല്പര്യം. It has forgotten you to this extent that it has made a deal with a US company and opened up your personal healthcare records to them without any clause of confidentiality. രഹസ്യാത്മകതയുടെ സ്വഭാവം നിലനിർത്തുന്ന ഉടമ്പടിയിൽ ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനികൾക്ക് നൽകുന്ന തലം വരെ നിങ്ങളെ കേരളത്തിലെ LDF ഗവൺമെന്റ് മറന്നുപോയോ? Not to mention the Itharapalli hydropower project, which they are insisting on going ahead with despite resistance from the people. അതും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആതിരപ്പള്ളി ഹൈഡൽ പവർ പദ്ധതി, ഇവിടുത്തെ ആളുകളിൽ നിന്ന് ധാരാളം പ്രതിഷേധത്തിന്റെ സ്വരം ഉയർന്നിട്ടും LDF ഗവൺമെന്റ് ആ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. They are even forgetting the Swarnam of the flora and fauna of this beautiful state. ഈ മനോഹരമായ സംസ്ഥാനത്തിലെ സസ്യജാലങ്ങളുടെ ജന്തുജാലങ്ങൾ ഒക്കെ നിറഞ്ഞ മനോഹരമായ സ്വർണം അതുകൂടി ഈ ഗവൺമെന്റ് മറക്കുകയാണ്. I think we should rename their manifesto as a corporate manifesto. ഞാൻ പറയുന്നത് അവരുടെ പ്രകടന പത്രികയെ നമ്മൾ കോർപ്പറേറ്റ് പ്രകടന പത്രിക എന്ന് പേര് മാറ്റി കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. But I don't need to tell you this. I know you already recognize it. പക്ഷെ ഞാൻ നിങ്ങളോടത് പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And as I stand here before you today, I want to tell you that the UDF and the Congress party are committed to a progressive politics. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയം പിന്തുടരാൻ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പ്രതിജ്ഞാബദ്ധമാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We are committed to a politics for you, a constructive and positive politics. സൃഷ്ടിപരവും പ്രസാദാത്മകവുമായ പോസിറ്റീവുമായിട്ടുള്ള നിങ്ങൾ കേന്ദ്രബിന്ദുവായ ഒരു രാഷ്ട്രീയത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. You might have noticed that our team in this election consists of 50% young candidates aged between 25 and 45. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത്, UDFന്റെയും കോൺഗ്രസിന്റെയും ടീം എന്ന് പറയുന്നത് 50% സ്ഥാനാർത്ഥികൾ 25-നും 50-നും ഇടയിൽ പ്രായമുള്ളവരാണെന്നുള്ള വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. And I can't tell you how personally proud and hopeful I have been after touring Kerala yesterday and meeting young people
who are committed to serving others. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല, വ്യക്തിപരമായി എനിക്ക് എത്രയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം കേരളത്തിൽ ഇന്നലെ മുഴുവൻ യാത്ര ചെയ്ത് പല യുവ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണം നടത്തിയതിൽ എനിക്ക് എത്രമാത്രം സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നിങ്ങളോട് പറയാൻ തന്നെ സാധിക്കുന്നില്ല. I met Atira Babu. ഞാൻ ആതിര ബാബുവിനെ കണ്ടു. From a modest family who has struggled to come to where she is today. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഈ സ്ഥാനത്ത് എത്തിച്ചേർന്നാൽ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ആ പെൺകുട്ടിയെ ഞാൻ ഇന്നലെ കണ്ടു. I campaigned for candidates who stood shoulder to shoulder with the cashew workers when they faced a struggle. കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ തോളോട് തോൾ ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച സ്ഥാനാർത്ഥികളെ ഞാൻ കണ്ടു. I campaigned for a poet ഒരു കവിക്ക് വേണ്ടി, കവിത എഴുതുന്ന ആളിന് വേണ്ടി ഞാൻ പ്രചരണം നടത്തി. who understands your suffering, your struggle so deeply that he has made them into poetry. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതിനെ കവിതയാക്കി മാറ്റിയ അദ്ദേഹത്തെയും ഞാൻ കണ്ടു. And by the end of the evening, I also campaigned for many senior leaders who have been part of your government before, who have wisdom and who have experience on how to develop Kerala and how to move it forward. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും നിങ്ങളുടെ പല മുതിർന്ന നേതാക്കന്മാരെയും, മുൻപ് മന്ത്രിമാരായിരുന്നവർ പലരും, അനുഭവ സമ്പത്തുള്ളവർ, കേരളത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നുള്ള അനുഭവമുള്ളവർ, അവരെയും കണ്ടു. അവർക്ക് വേണ്ടിയും ഞാൻ പ്രചരണം ഇന്നലെ നടത്തി. So we come to you in this election with a mixture of the youthful energy of young candidates, of their idealism and the wisdom and experience of our senior leaders. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് യുവത്വത്തിന്റെ പ്രസരിപ്പും ഊർജ്ജസ്വലതയും ആശയവാദവും, അതുപോലെ തന്നെ ആശയങ്ങളോടുള്ള പ്രതിബദ്ധതയും, അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും വിവേകവും ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. And we bring to you a vision document for the future of Kerala. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കേരളത്തിന്റെ ഭാവിയെ നയിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ, ഒരു ദർശനത്തിന്റെ, ഒരു രൂപരേഖയുമായിട്ടാണ്, ഞങ്ങളുടെ പ്രകടന പത്രികയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്നത്. It is a symbol of our respect for you that this document was not prepared with a group of people sitting in their rooms. It was prepared after extensive discussions with all sections of your society. നിങ്ങളോട് ബഹുമാനമുള്ളതിന്റെ പ്രതീകമാണ്. കാരണം ഞങ്ങൾ ഈ പ്രകടന പത്രിക കുറച്ച് ആളുകൾ ഒരു മുറിയിലിരുന്ന്, അടച്ചിട്ട മുറിയിലിരുന്ന് അല്ല തയ്യാറാക്കിയത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി വിശാലമായ ചർച്ച നടത്തിയ ശേഷമാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കിയത്. And what it contains, more than anything else, is your voice. ആ പ്രകടന പത്രികയിലുള്ളത് മറ്റെന്തിനേക്കാളും ഉപരി നിങ്ങളുടെ ശബ്ദമാണ്. Schemes and a roadmap made to fulfill what you desire for your state. നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതിനനുസരിച്ചുള്ള പദ്ധതികളും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന വഴികാട്ടികളായ പദ്ധതികളാണ് ഞങ്ങൾ ആ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. I'd like to quickly tell you a few of its important features. പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. Recognizing how much hardship you have been through, especially due to the policies of the central government and the state government. Recognizing that the economy needs to be restarted and recharged. We asked eminent economists and ex-ministers of the union government what we could do to make you strong, restart your economy. നിങ്ങൾ കടന്നുപോയ ബുദ്ധിമുട്ടുകളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരോടും മുൻ ധനകാര്യ മന്ത്രിമാരോടും ഞങ്ങൾ ചോദിച്ചു, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. I got interrupted, sorry. Pratapanji is sending me messages saying it's late. I should hurry up. Like we asked the economists. Because of the helicopter. Yeah. But I think I'll drive, it's no problem. Yeah. Are you getting So I'll go back to what I was saying. You getting it? You were telling like we asked the economists. I got it. Yeah. So what the economists said to us in reply was pretty straightforward and simple. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി ഞങ്ങളോട് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ ഉത്തരം വളരെ ലളിതമായിരുന്നു. They said put the people's money back into the people's money. അവർ ഞങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ പൈസ ജനങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു നൽകുക. So by putting money back into your hands, we can restart the economy because you get
some spending power, you get some support, you get some strength. നിങ്ങളുടെ കയ്യിൽ പൈസ തിരിച്ചു നൽകുന്നതിലൂടെ നമുക്ക് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പൈസ കിട്ടും, നിങ്ങളുടെ വാങ്ങൽ ശേഷി ഉണ്ടാവും. And that in turn strengthens the other layers of the economy. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് തട്ടുകളെ കൂടുതൽ സജ്ജമാക്കും. So what we are proposing has been well thought out. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ തരുന്ന നിർദ്ദേശങ്ങൾ വളരെ ആലോചിച്ചിട്ടുള്ളവയാണ്. The biggest thing that our vision document contains is the Nyaya scheme. ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യായ പദ്ധതിയാണ്. The Nyaya scheme is a scheme by which 6,000 rupees is transferred directly into every poor household of Kerala. ന്യായ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ച് ഓരോ മാസവും 6,000 രൂപ കേരളത്തിലെ ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും അക്കൗണ്ടിലേക്ക് UDF നൽകാൻ ഉറപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ്. The Congress government in Chhattisgarh has piloted this scheme with farmers and it has found it to be successful. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഈ പദ്ധതി അവിടുത്തെ കർഷകരുടെ ഇടയിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഒന്നാണ്. We want to pioneer it here in Kerala. അത് ഞങ്ങൾ കേരളത്തിൽ പൂർണ്ണമായി ആദ്യമായി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. We are committed to building 5 lakh homes for the homeless. കേരളത്തിലെ ഭവനരഹിതരായ ആളുകൾക്ക് വേണ്ടി 5 ലക്ഷം ഭവനങ്ങൾ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. We are committed to giving you the minimum support price for rubber, coconut and paddy. റബ്ബറിനും നാളികേരത്തിനും നെല്ലിനും നിങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന വില നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. We are committed to increasing the welfare pension to 3,000 rupees. ഞങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ ഓരോ മാസവും 3,000 രൂപയാക്കി ഉയർത്തും. Those who hold white ration cards will get free 5 kilos of rice. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 5 കിലോ സൗജന്യ അരി ലഭിക്കും. And my sisters, for you, especially the housewives who work at home and often go unrecognized, 2,000 rupees to every housewife every month between the age of 40 and 60 who does not fall in the Nyaya scheme. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, പ്രത്യേകിച്ചും വീട്ടമ്മമാരായ സഹോദരിമാർക്ക്, ന്യായ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത 40-നും 60-നും ഇടയിൽ പ്രായമുള്ള സഹോദരിമാർക്ക് എല്ലാ മാസവും 2,000 രൂപ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന തൊഴിലിന്റെ അംഗീകാരമായി ഐക്യജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് നൽകും. We will build hostels and short stay homes in major towns for women. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി വലിയ നഗരങ്ങളിൽ ഹോസ്റ്റലുകളും ഹ്രസ്വകാലത്തേക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും. Give special scholarship to children of single mothers. അമ്മമാർ ഒറ്റയ്ക്ക് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ ഞങ്ങൾ നൽകും. And a 2-wheeler incentive to women working in the unorganized sector. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി 2-വീലർ വാങ്ങാനുള്ള പ്രത്യേക ഇൻസെന്റീവുകളും ഞങ്ങൾ നൽകും. 100 units of electricity will be free with every electricity bill. ഓരോ കാർഡ് ഹോൾഡറിനും 100 യൂണിറ്റ് വൈദ്യുതി ഞങ്ങൾ സൗജന്യമായി ഐക്യജനാധിപത്യ മുന്നണി നൽകും. I know that many young people have been very disappointed and disheartened with the discrimination and partiality in schools, colleges and universities today. എനിക്കറിയാം നമ്മുടെ നിങ്ങളുടെ നാട്ടിലുള്ള ഇവിടെയുള്ള പല ചെറുപ്പക്കാരും സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും നടക്കുന്ന പക്ഷപാതിത്വത്തിന്റെയും ജാതീയമായ വിവേചനത്തിന്റെയും പേരിൽ വളരെ അസ്വസ്ഥരാണെന്നറിയാം. The UDF government will pass an act named the Rohit Vemula Act to end this discrimination. ഈ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി UDF ഗവൺമെന്റ് രോഹിത് വെമുല നിയമം എന്ന പേരിൽ ഒരു നിയമം നടപ്പിലാക്കും. The UDF understands very well that without peace and harmony there is no progress. UDFന് കൃത്യമായി അറിയാം ഒരു സംസ്ഥാനത്ത് സമാധാനവും യോജിപ്പും ഒത്തൊരുമയും ഇല്ലാതെ ഒരിക്കലും പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകില്ലെന്ന്. As I said before, we do not believe in the politics of division and the politics of hatred and anger. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ വിഭജിക്കുന്ന, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കുന്ന കോപത്തിന്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. You have seen a lot of political violence in Kerala recently. കേരളത്തിൽ അടുത്ത കാലത്തായി നിങ്ങൾ ധാരാളം രാഷ്ട്രീയ അക്രമങ്ങൾ കണ്ടിട്ടുണ്ട്. The Congress party itself has lost many youth Congress workers to it. ഈ രാഷ്ട്രീയ അക്രമത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ധാരാളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. We propose to set up a peace and harmony department
to put an end to these rising political tensions. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സംഘർഷങ്ങളും അക്രമങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമാധാനത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു പീസ് ആൻഡ് ഹാർമണി വകുപ്പ് പ്രത്യേകമായി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ രൂപീകരിക്കുന്നതായിരിക്കും. This is your vision for Kerala. ഇത് കേരളത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും ദർശനവുമാണ്. It is your document, your politics. ഞങ്ങളുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് നിങ്ങളുടെ പത്രികയാണ്, നിങ്ങൾ ഉണ്ടാക്കിയ രേഖയാണ്, അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. The entire country looks towards you. ഈ രാജ്യം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. You have built for yourself with your own hard work a state that every other state looks towards for direction. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഈ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ദിശ നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉറ്റുനോക്കുന്ന ഒരു മനോഹരമായ സംസ്ഥാനം നിങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ട്. Kerala is known as God's own country. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. So in God's own country, I ask of you, reject the politics of hatred and anger. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അക്രമത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. Embrace the politics of love, of unity and of progress. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമൃദ്ധിയുടെ, പുരോഗതിയുടെ രാഷ്ട്രീയത്തെ ആലിംഗനം ചെയ്യാൻ, ഉൾക്കൊള്ളാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. We have a duty towards you. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ഉത്തരവാദിത്വവും കടമയുമുണ്ട്. Our duty is to work, to serve you and to work for your progress. ഞങ്ങളുടെ കടമ എന്ന് പറയുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, നിങ്ങളെ സേവിക്കുക എന്നതാണ്. But you also have a duty towards your state and your country. നിങ്ങൾക്കും നിങ്ങളുടെ സംസ്ഥാനത്തോടും നിങ്ങളുടെ രാജ്യത്തോടും ഒരു ചുമതലയും ഉത്തരവാദിത്വവും ഉണ്ട്. And there is no greater duty than it. അതിനപ്പുറം അതിലും വലിയ മറ്റൊരു ചുമതലയും ഉത്തരവാദിത്വവും നിങ്ങൾക്കില്ല. It is the duty to choose your government wisely. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബുദ്ധിപൂർവം നിങ്ങളുടെ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക എന്ന ഉത്തരവാദിത്വമാണ്. It is the duty to elect people and make them answerable to you. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളെ തെരഞ്ഞെടുക്കുകയും നിങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും നിങ്ങളോട് ഉത്തരം പറയാൻ അവരെ ബാധ്യസ്ഥരാക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ്. Don't ever forget that your future is in your hands first. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. When you elect a UDF government, it will work for you. നിങ്ങളൊരു UDF ഗവൺമെന്റിനെ തെരഞ്ഞെടുത്താൽ ഞാൻ ഉറപ്പ് നൽകുന്നു, ആ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും, പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. It will make Kerala stronger. അത് ആ UDF ഗവൺമെന്റ് കേരളത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നു. Its fishermen stronger. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ശക്തരാക്കും ആ ഗവൺമെന്റ് എന്ന് ഞാൻ പറയുന്നു. Its business is stronger. കേരളത്തിലെ വ്യവസായങ്ങളെ ആ ഗവൺമെന്റ് ശക്തിപ്പെടുത്തും. Its workers stronger. കേരളത്തിലെ തൊഴിലാളികളെ ശക്തിപ്പെടുത്തും. Its farmers stronger. കർഷകരെ ശക്തിപ്പെടുത്തും. Its laborers stronger. തൊഴിലാളികളെ ശക്തിപ്പെടുത്തും. And most of all, it will make its women stronger. എല്ലാത്തിനും ഉപരിയായി ആ UDF ഗവൺമെന്റ് കേരളത്തിലെ സ്ത്രീകളെ ശക്തിപ്പെടുത്തും. So, I thank you for listening to me so patiently. I thank my sisters especially who have been waiting for a long time in this heat. And I urge all of you to support the UDF candidates in this election. Make yourselves a strong state and show the path to the rest of the country. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചിരുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും എന്റെ സഹോദരിമാരോട് ഇത്രയും നേരം ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് ഒരിക്കൽ കൂടി നിങ്ങളെ ശക്തരാക്കാൻ വേണ്ടി, നിങ്ങളുടെ സംസ്ഥാനത്തെ ശക്തരാക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം Today I go back to Delhi and I go back with a heart full of love, filled with your affection and full of respect for you. ഞാൻ ഇന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ്. I have been very, very happy for the last 2 days while touring Kerala and happy to meet all of you along the roadsides who have given me so much love. Thank you very much.